ഇന്നൊരു ഈസി റെസിപ്പി കണ്ടാലോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കട്ടിങ് ഒന്നുമില്ലേ, എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനാകെ വേണ്ടത് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും, കുറച്ച് ചിക്കനും, കുറച്ച് വെല്ലുള്ളിയും, കുറച്ച് തക്കാളിയും, കുറച്ച് പച്ചമുളകും, പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റും. ഇത് മാത്രം മതി. പിന്നെ ഒന്നും കൂടി ഉണ്ട്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മധുത്തിൻ്റെ മസാല കിട്ടും, അതുണ്ടെങ്കിൽ ഒരു സെറ്റ് റൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് കുക്കറിൽ ഇതുപോലെ തന്നെ ഉള്ളി മീഡിയം വാട്ടിയിട്ട് അതിലേക്ക് തക്കാളി ഇടാം. ഓവർ വാട്ടരുത് കേട്ടോ ഉള്ളി. എന്നിട്ട് മീഡിയം തക്കാളി ഇട്ടിട്ട് പച്ചമുളക് ഇടാം, നമ്മൾ കുറച്ച് ഉപ്പിടണം, പിന്നെ നമ്മൾ ആ ഇഞ്ചി ഗാർലിക് പേസ്റ്റും ഇടണം. എന്നിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇടുക. ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് കുക്കറിന് മൂടി, നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവാൻ നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ മറ്റേ മധുത്തിൻ്റെ മസാല ഇല്ലേ, അതൊരു സ്പൂൺ ഇടാം. ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് റൈസ് എടുക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. എന്നിട്ട് ആ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ആ അരി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ മൂടി വെക്കുക. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റ്. വേറെ ഒന്നും നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. ഉപ്പ് പിന്നല്ലേ, നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിട്ട് നോക്കണേ. കാരണം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ചും കൂടി വേണ്ടി വരും. അങ്ങനെ നമ്മളെ സാധനം ഇത്രേ ഉള്ളൂ. ഇത് ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റും കൂടിയാണ്. പിന്നെ നമ്മൾ റൈസ് ആയി വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ വെറുതെ ഉണ്ടാക്കിയതാണ്. കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമാങ്ങയും കുറച്ച് സുർക്കി ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും